വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സന്ദർശനത്തിൽ കുടുംബത്തെ ഒപ്പം കൂട്ടിയത് എന്തിനാണ് എന്നാണ് പൊതുജനം ഇപ്പോൾ അന്വേഷിക്കുന്നത്. അമേരിക്കയിൽ ട്രിപ്പ് പോയതല്ലല്ലോ വിജയൻ, സർക്കാരിൻ്റെ ഭാഗമായി പോയതല്ലേ. സർക്കാർ ചിലവിൽ ഭാര്യയെയും മക്കളെയുമൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് മോശമല്ലേ എന്നാണ് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സംഗതി വിവാദമാകുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്നതാണ് അവസ്ഥ. തുറമുഖത്തെ പ്ലാൻ റൂമിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തന രീതി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചപ്പോഴും കുടുംബം ഒപ്പമുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനെതിരെയാണ് വ്യാപക വിമർശനം വരുന്നത്. മുഖ്യമന്ത്രി നടത്താറുള്ള വിദേശയാത്രകളിൽ സ്ഥിരം സാന്നിധ്യമാണ് ഭാര്യയും മകളും കൊച്ചുമകനും. സമാനമായ രീതിയിലാണ് വിഴിഞ്ഞത്തെ നിർമ്മാണ പുരോഗതി മനസ്സിലാക്കാൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭാര്യ കമല, മകൾ വീണ, കൊച്ചുമകൻ ഇഷാൻ എന്നിവരെ ഉൾപ്പെടുത്തിയത്. തുറമുഖത്തിൻ്റെ തന്ത്രപ്രധാന മേഖലയായ പോർട്ട് ഓപ്പറേഷൻ സെൻറ്റർ, ബർത്ത്, പുലിമുട്ട് എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ചതും കുടുംബത്തിനൊപ്പം തന്നെയാണ്. ബർത്ത് പരിധിയിൽ ടഗ് യാത്രയും നടത്തി. തുറമുഖത്തെ പ്ലാൻ റൂമിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തന രീതി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചപ്പോഴും കുടുംബം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടേത് അനൗദ്യോഗിക സന്ദർശനമായിരുന്നുവെന്നും കുടുംബം ഒപ്പം ഉണ്ടായതിനാൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നുമാണ് വിസിൽ MD ദിവ്യ S അയ്യരുടെ വിശദീകരണം. തുറമുഖം സന്ദർശിച്ച ശേഷമുള്ള സമൂഹ മാധ്യമക്കുറിപ്പിൽ നിർമ്മാണ പുരോഗതിയും മറ്റും വിലയിരുത്താനായിരുന്നു സന്ദർശനമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ, തുറമുഖ വകുപ്പിലെയും അദാനി പോർട്സിലെയും ഉദ്യോഗസ്ഥർ എന്നിവരും മുഖ്യമന്ത്രിയുടെ സന്ദർശന വേളയിൽ സന്നിഹിതരായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഇതെങ്ങനെ അനൗദ്യോഗിക സന്ദർശനമാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സംശയം.